ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP4Techന്റെ പുതിയൊരു വീഡിയോയിലോട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ പറയാൻ പോകുന്നത് വെച്ചാൽ ഇന്നത്തെ മത്സരമായ നമ്മുടെ ഡൽഹി വേഴ്സസ് ചെന്നൈ സൂപ്പർ കിങ്സ് തമ്മിലുള്ള മത്സരത്തിന്റെ പ്രിവ്യൂസും പ്രെഡിക്ഷൻസും ആണ്. മത്സരം നടക്കുന്ന കൃത്യം മാർച്ച് 31 കൃത്യം 7:30 ഇന്ന് രണ്ട് മത്സരങ്ങൾ നടക്കുന്നുണ്ട്. മുന്നേ നടക്കുന്ന മത്സരത്തിന്റെ പ്രിവ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ചാനൽ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. അത് ഇതുവരെ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ മത്സരം നടക്കുന്ന ഏതൊക്കെയാണ്? ഈ ഒരു മത്സരം നടക്കുന്ന മറ്റെവിടെയല്ല, നമ്മുടെ വിശാഖപട്ടണത്താണ്. അതായത് രാജശേഖര റെഡ്ഡി സ്റ്റേഡിയത്തിലാണ്. ഒരുപാട് പേര് ഈ സ്റ്റേഡിയത്തിനെ പറ്റിയൊന്നും കേട്ടിട്ടുണ്ടാവില്ല. ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആയിട്ടൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കയറി നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊരു 20 രൂപയുടെ ഒരു കോൺടെസ്റ്റ് നമ്മൾ ഡ്രീം ലെവലിലുണ്ടല്ലോ, അതിനെപ്പറ്റി കുറച്ച് ഡീപ്പായിട്ട് അനലൈസ് ചെയ്തിട്ട് അതിന് പറ്റിയ ടീം നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ ഫ്രണ്ട്സിന്, അതായത് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിൻ്റെ ലോസൊക്കെ ചെറുതായിട്ടെങ്കിലും കവർ ചെയ്യണം എന്നുള്ള രീതിക്കാണ് ഞാൻ ജസ്റ്റ് ഇവിടെ ഈ ടീംസും കാര്യങ്ങളൊക്കെ ഇടുന്നത്. സോ നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ മാക്സിമം എല്ലാ മത്സരങ്ങളിലെയും ടീമും ഞാൻ ഓൾറെഡി ഇവിടെ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ മറക്കാതെ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും കയറി ഒന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു മത്സരത്തിനെ പറ്റി നോക്കുന്ന സമയത്ത് ഈ ഒരു പിച്ചിൽ ഏകദേശം 9 T20 മത്സരങ്ങളാണ് നടന്നിട്ടുള്ളത്. ഐ തിങ്ക് എൻ്റെ ഒരു ഓർമ്മയിൽ IPL മത്സരങ്ങൾ നടന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല. റീസെൻ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ബാറ്റിംഗ് വിൻ ചെയ്ത 3 മത്സരങ്ങളും സെക്കൻഡ് ബാറ്റിംഗ് വിൻ ചെയ്ത 6 മത്സരങ്ങളാണ് ഈ ഒരു 9 മത്സരങ്ങൾ. അതുപോലെ തന്നെ ഫസ്റ്റ് ഇന്നിങ്സ് ആവറേജ് സ്കോർ 119, സെക്കൻഡ് ഇന്നിങ്സ് ആവറേജ് സ്കോർ 105 റൺസൊക്കെയാണ് പറയുന്നത്. പക്ഷേ തീർച്ചയായിട്ടും ഒരു 150 എബോവ് തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. കാരണം ഒരു ബാറ്റിംഗ് ഫ്രണ്ട്ലി പിച്ചാണ് ഈ ഒരു ഗ്രൗണ്ടിനെ പറ്റി പറയാനുള്ളത്. അതുപോലെ തന്നെ ഹയസ്റ്റ് സ്കോർ നോക്കിക്കഴിഞ്ഞാൽ 179 റൺസാണ് ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക തമ്മിൽ കളിച്ച ഒരു മത്സരമായിരുന്നു. അതുപോലെ തന്നെ ഹയസ്റ്റ് സ്കോർ ചേസിയുടെ നോക്കിക്കഴിഞ്ഞാൽ 127 റൺസ്, 7 വിക്കറ്റ് ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ തമ്മിൽ തന്നെ ആയിരുന്നു. ലോസ്റ്റ് സ്കോർ 82 റൺസിന് 10 വിക്കറ്റ് ശ്രീലങ്ക വേഴ്സസ് ഇന്ത്യ ആയിരുന്നു. അപ്പോൾ ലോസ്റ്റ് സ്കോർ ഡിഫൈൻഡ് 138 ഓവറിൽ, അതായത് ഓസ്ട്രേലിയ വുമൻസ് വേഴ്സസ് ഇന്ത്യ ആയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഈ ഒരു പിച്ചിനെ പറ്റി എനിക്ക് എടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ബാറ്റിങ്ങിന് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഗ്രൗണ്ടാണ്. ഇന്ത്യത്തെ ഗ്രൗണ്ടുകളിൽ വെച്ചിട്ട് കുറച്ച് ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ് നമ്മുടെ നമ്മുടെ രാജശേഖര റെഡ്ഡി ഗ്രൗണ്ട് എന്ന് പറയുന്നത്. എനിക്ക് സത്യം പറഞ്ഞ ഈ ഒരു പിച്ചിൽ നടന്ന മത്സരങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇതിപ്പോൾ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഞാൻ കുറച്ച് റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ നോക്കിയെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. പക്ഷേ അതിവിടെ കോപ്പി ചെയ്യാനായിട്ടൊന്നും പറ്റില്ല. ഞാനിത് നിങ്ങൾക്ക് വായുകൊണ്ട് തന്നെ പറഞ്ഞു തരേണ്ടി വരും. എനിക്ക് ഓർമ്മയുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്ന് 1 by 1 ആയിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് മാക്സിമം ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ്. 150 അപ്പോൾ തീർച്ചയായിട്ടും ആവറേജ് റൺസ് പ്രതീക്ഷിക്കാം. ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിലും സെക്കൻഡ് ബാറ്റിംഗ് ആണെങ്കിലും കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് സെക്കൻഡ് ബാറ്റിങ്ങിനാണ് വിൻ ചെയ്യുന്നത്. കൂടുതലും സെക്കൻഡ് ബാറ്റിംഗ് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ വേറെ നിങ്ങൾ ഫാസ്റ്റ് ബോളേഴ്സിനും സ്പിന്നേഴ്സിനും ഇപ്പോൾ നമ്മൾ 2 ഫാസ്റ്റ് ബോളറിനെ എടുത്ത ഒരു സ്പിന്നർ, അതാണ് കോമ്പിനേഷൻ. ആ ഒരു കോമ്പിനേഷനിൽ തന്നെ ഈ ഒരു ടീം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. അതുപോലെ തന്നെ DC വേഴ്സസ് ടോട്ടൽ മാച്ചസും അതുപോലെ തന്നെ ഇവർ തമ്മിലുള്ള റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നത്. DCയും നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിലുള്ളത് 29 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. അതിൽ DC 10 19 ചെന്നൈ സൂപ്പർ കിങ്സുമാണ് വിൻ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്തിട്ടുള്ള DC 3 മത്സരങ്ങളായിരുന്നു. CSK ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്തിട്ടുള്ള 12 മത്സരങ്ങളും. DCയുടെ ഹയസ്റ്റ് സ്കോർ 198ഉം CSKയുടെ ഹയസ്റ്റ് സ്കോർ എഗെയിൻസ്റ്റ് ആയിട്ട് DCയുടെ ഇവിടെ 223 റൺസുമാണ്. DC ലോവസ്റ്റ് സ്കോർ 83 റൺസും CSK ലോവസ്റ്റ് സ്കോർ 110 റൺസുമാണ്. ഇനിയിപ്പോൾ എക്സ്പെക്റ്റിംഗ് പ്ലേയിങ് 11 അത് പറയുന്നതിന് മുന്നേ 2-3 ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ. ആദ്യം തന്നെ പറയാനുള്ളത് കുബേര ഫാൻറ്റസി എന്ന് പറഞ്ഞ ഒരു കിഡിലെ ആപ്ലിക്കേഷനെ പറ്റി പറയുന്ന സമയത്ത് നമുക്ക് നോർമൽ കോൺടെസ്റ്റ് ഒക്കെ വേറെ 260 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് സ്റ്റാർട്ട് ചെയ്യുന്നതല്ല, നമ്മുടെ ട്രെയിനിൽ 299 രൂപയുള്ള ആ കോൺടെസ്റ്റ് ഇവിടെ വന്നതിന് വേറെ 260 രൂപയ്ക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു എൻട്രി ഫീസ് കാര്യങ്ങൾ ഭയങ്കരമായിട്ട് കുറവുള്ള ഒരുപാട് കോൺടെസ്റ്റുകൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ ഡ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ ഡ്യൂ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ 5 പ്ലേയേഴ്സിന് ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള ആരാണോ അവർ പിക്ക് ചെയ്തതിന് ഈസി ആയിട്ട് നിങ്ങൾക്ക് വിൻ ആവാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പുറത്തെ ഡ്യൂ പ്രോ ഉണ്ട്. അതായത് 2 പ്ലേയേഴ്സിന് ഒരു പ്ലേയേഴ്സിന് പിക്ക് ചെയ്യുന്നവരെ 2 പ്ലേയേഴ്സിന് പിക്ക് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ അപ്പോഴേ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് വിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണത്. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ വിഷനിലോ ട്രൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട മറ്റൊരു കിഡിലിൻ ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയുന്ന സമയത്ത് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കോൺടെസ്റ്റുകൾ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡ്രീം ലെവലിൽ കാണുന്നത്, അതായത് ഡ്രീം ലെവലിൽ ഒരു 10 ലക്ഷം കിട്ടണമെങ്കിൽ നിങ്ങൾ അതിൽ മിനിമം ഒരു 60 ലക്ഷം പേരുള്ളതിലെങ്കിലും കളിക്കണം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, 5 ലക്ഷം പേരെ ഉണ്ടാവുള്ളൂ. 5 ലക്ഷം പേരിൽ ഫസ്റ്റ് എടുക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളല്ലേ. ഫസ്റ്റ് ഒന്നതിനെ 10 ലക്ഷം രൂപ കിട്ടുക. അതുപോലെ തന്നെ 29 രൂപയ്ക്ക് ഫസ്റ്റ് പ്രൈസ് 3.5 ലക്ഷം രൂപയാണ്. അത് കൂടാതെ 70% വിന്നിംഗ് പെർസെൻറ്റേജ് ഉണ്ട്. അതായത് കളിക്കുന്നതിൽ 70
70% ആൾക്കാരും വിൻ ചെയ്യും, 30% മാത്രമേ തോക്കത്തുള്ളൂ. തീർച്ചയായിട്ടും എമൗണ്ട് റിട്ടേൺ കിട്ടുന്ന കാര്യത്തിൽ ഉറപ്പാണ്. അതുപോലെ തന്നെ നമ്മൾ ഡ്രീം ഇലവനിലുള്ള പോലെ തന്നെ ഒരുപാട് വെറൈറ്റി കോൺടെസ്റ്റുകൾ ഇവിടെ അവൈലബിൾ ആണ്. അതും ഡ്രീം ഇലവനെക്കാട്ടിലും എൻട്രി ഫീസ് കുറവായിട്ടാണ് നമ്മൾ ഈ ഒരു വിഷൻ ഇലവൻ പ്രൊവൈഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ നമ്മുടെ സ്പോർട്സ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്യേണ്ട മറ്റൊരു കിഡിലിൻ്റെ ആപ്ലിക്കേഷനാണ് നമ്മുടെ ഡ്രീം ഇലവൻ പോലെ തന്നെ ഇവിടെ പോപ്പ് എന്ന് പറഞ്ഞ വിൻഡോ ഉണ്ട്. ആ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ആ ഒരു കുബേരി കണ്ട പോലെ ആ ഡ്യൂ ഓപ്ഷൻ സെയിം സംഭവമാണ്. അതുപോലെ തന്നെ നമ്മൾ ഡ്രീം ഇലവൻ കളിക്കുന്ന പോലെ തന്നെ ഒരുപാട് കോൺടെസ്റ്റുകളുണ്ട്. ₹1 തുടങ്ങി കോൺടെസ്റ്റുകൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മെയിൻ ഹൈലൈറ്റ്. ₹1 ഒരു കോൺടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രീം ഇലവനിലൊന്നും വിചാരിക്കാൻ കൂടെ പറ്റാത്തതാണ്, അതിവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചോയ്സ് ഇലവൻ ആണെങ്കിൽ ഇതുവരെ ട്രൈ ചെയ്യാത്തതാണ്, തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. മറ്റൊരു കിട്ടുന്ന ആപ്ലിക്കേഷനാണ്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും കോപ്പുന്നത് നമ്മുടെ കുബേരി ഡ്യൂ ഓപ്ഷൻ കണ്ടില്ല, ആ ഒരു സെയിം സംഭവം തന്നെയാണ്. അത് പല പേരുകളിലായി ഇവിടെ അറിയപ്പെടുന്നതുള്ളൂ. തീർച്ചയായിട്ടും ഇതൊക്കെ ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. ബാറ്റ് ബോൾ ഇലവനൊക്കെ യൂസർ ഇൻ്റർഫേസ് അടിപൊളിയാണ്. ഇതൊന്നും നിങ്ങൾ ട്രൈ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട മറ്റ് കിട്ടുന്ന ആപ്ലിക്കേഷൻസിലുള്ള അതാണ്. അപ്പോൾ നമുക്ക് ബാക്ക് ടു പ്രെഡിക്ഷനിലോട്ട് വരാം. ഇരു ടീമുകളിലുള്ള പ്ലേയിങ് 11 നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡൽഹിയിലാണെങ്കിൽ ഡേവിഡ് വാർണർ, പൃഥ്വി ഷോ, മിച്ചൽ മാർഷ്, അതുപോലെ ഋഷഭ് പന്ത്, ക്രിസ്റ്റ്യൻ സബ്സ്, അതുകൂടാതെ ലളിത് യാദവ്, അസ്തർ പട്ടേൽ, കുൽദീപ് യാദവ്, അതുപോലെ തന്നെ നോർട്ടേജ്, മുകേഷ് കുമാർ, ഖലീൽ അഹമ്മദ്. ഇത്രയും പേരാണ് നമ്മുടെ ഡൽഹിയിൽ പ്ലേയിങ് ഇലവനായിട്ടുള്ളത്. പൃഥ്വി ഷോക്ക് ഇറങ്ങാനുള്ള പോസിബിലിറ്റീസ് ഹൈയാണ്, ലളിത് യാദവ് ഒക്കെ. അപ്പോൾ നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സിലോട്ട് നോക്കിയാണെങ്കിൽ ഗെയ്ക്വാഡ്, രച്ചിൻ രവീന്ദ്ര, അജിൻക്യ രഹാനെ, ഡാരി മിച്ചൽ, അതുകൂടാതെ ശിവാം ദുബെ, സമീർ റിസ്വി, അതുകൂടാതെ നമ്മുടെ രവീന്ദ്ര ജഡേജ, MS ധോണി, ഷർദുൽ താക്കൂർ, ദീപക് ചഹാർ, മഹേഷ് തീക്ഷ്ണ. ഇത്രയും പേരാണുള്ളത്. ഇതിൽ കീ പെർഫോമൻസ് ആയിട്ട് നമ്മുടെ ദീപക് ചഹാർ അത്യാവശ്യം നല്ല വിക്കറ്റ്സ് ഇവിടെ ടേക്ക് ചെയ്തിട്ടുണ്ട്. പവർ പ്ലേയിൽ തന്നെ 56 വിക്കറ്റ്സ് എടുത്ത ഒരു പ്ലെയറാണ് നമ്മുടെ ദീപക് ചഹാർ. അതുപോലെ തന്നെ ശിവാം ദുബെ ആണെങ്കിൽ കഴിഞ്ഞൊരു മത്സരം അദ്ദേഹത്തിന് സ്ട്രൈക്ക് റേറ്റ് 150+ ആണ്. അപ്പോൾ അദ്ദേഹം നല്ല രീതിയിൽ ബാറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഹൈയാണ്. അതുപോലെ തന്നെ നമ്മുടെ 850s അടിച്ച ഒരാളാണ് നമ്മുടെ ഡേവിഡ് വാർണർ എഗെയിൻസ്റ്റ് CSKയുടെ കൂടെ 20 മത്സരങ്ങളിൽ. ഋഷഭ് പന്തിനെ പറ്റി പറയുന്ന സമയത്ത് അത്യാവശ്യം നല്ല സ്ട്രൈക്ക് റേറ്റ് ആണ് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് 46 റൺസ് വരെയൊക്കെ അദ്ദേഹം 150 റൺസിന് 46 റൺസ് വരെയൊക്കെ എടുക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. സ്ട്രൈക്ക് റേറ്റ് 46 to 156 വരെയാണ്. ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ ആവറേജ് റൺസ് ആയിരിക്കും എന്ന് വിചാരിച്ചു. ഞാൻ വായിച്ചില്ല, അതുകൊണ്ടാണ്. 2 മാച്ചിൻ്റെ പ്രിവ്യൂസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് വായിച്ചില്ല. അപ്പോൾ മാക്സിമം 150 വരെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ്. ഇനിയിപ്പോൾ കുറച്ച് ബാറ്റിംഗ് ടിപ്സും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ സേഫായിട്ട് പിക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്ലെയേഴ്സ് ആരൊക്കെ നോക്കിയാൽ ഡേവിഡ് വാർണർ, അതുകൂടാതെ നമ്മളെ രച്ചിൻ രവീന്ദ്ര ജഡേജ, അതുകൂടാതെ നമ്മുടെ മിച്ചൽ മാർഷ്, ഇത്രയും പേരാണ് സേഫ് ആയിട്ടുള്ളത്. ഇനിയിപ്പോൾ റിസ്ക് ആയിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ നമ്മുടെ നോർട്ടേജ്, അതുകൂടാതെ റിക്കി ബൂയ്, അതുകൂടാതെ നമ്മുടെ അജിൻക്യ രഹാനെ, MS ധോണി, ഇവരൊക്കെയാണ് നമുക്ക് റിസ്ക് ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീം ക്രിയേറ്റ് ചെയ്യാൻ അതിനായിട്ട് ജസ്റ്റ് ഒരു ഡ്രീമിലും ഓപ്പൺ ചെയ്യുന്നുണ്ട്. ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് തമ്മിലുള്ള DC തമ്മിലുള്ള മത്സരത്തിൽ കുറച്ച് ടിപ്സ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ ടീം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം. നിങ്ങൾ ഈ ഒരു രീതിക്ക് ടീം ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ നിങ്ങളുടെ കയ്യിൽ പൈസ ലോസ്റ്റ് ആവാതിരിക്കാനുള്ള പോസിബിലിറ്റീസ് ഹൈയാണ്. സോ അപ്പോൾ എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളൊരു ടീം ക്രിയേറ്റ് ചെയ്യുകയാണ്. ആദ്യം തന്നെ നമുക്ക് ബോളിംഗ് സെക്ഷനിൽ മുസ്തഫിർ റഹ്മാനെ എടുക്കാം, അതുപോലെ തന്നെ ദീപക് ചഹാറിനെ എടുക്കാം. 2 പേരെ നമുക്ക് തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ ഖലീൽ അഹമ്മദും കുൽദീപ് യാദവ്, ഈ 2 പേരെയും കൂടെ നമുക്ക് ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ. അതുപോലെ തന്നെ മിച്ചൽ മാർഷും അതുപോലെ തന്നെ ഡയറി മിച്ചൽ. ഓക്കെ, രണ്ടാളെ എടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ രച്ചിൻ രവീന്ദ്ര, ഡേവിഡ് വാർണർ 2 ആളെ എടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ പന്ത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് 2 പ്ലേയേഴ്സിനെ എടുക്കാനുള്ള ദൂബെ എടുക്കുക, ഗെയ്ക്വാഡിനെ എടുക്കുക, നല്ല ഡൗട്ടുണ്ട്. എല്ലാവരും ഭയങ്കര കൺഫ്യൂസ് അടിച്ചിരിക്കുന്ന ഒരു സംഭവമായിരിക്കും അത്. അപ്പോൾ നമ്മുടെ ബുയി ഇതാണ് ടോപ്പ് പ്ലെയർ. അപ്പോൾ നമുക്ക് ഗെയ്ക്വാഡിനെ എടുക്കാൻ തൽക്കാലം, കാരണം ടോപ്പ് ഓർഡറാണ് അത്യാവശ്യം ബാറ്റ് ചെയ്യാൻ പോസിബിലിറ്റീസ് ഹൈ ആയിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ടീം നോക്കാൻ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇതിൽ മെയിൻ പ്ലെയേഴ്സ് ആയിട്ടുള്ള ജഡേജ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തില്ല. അസ്തർ പട്ടേൽ നല്ലൊരു ഓപ്ഷനാണ്. റീസെൻ്റായിട്ട് അദ്ദേഹം നല്ലൊരു പെർഫോമൻസ് ആണ്. രച്ചിൻ രവീന്ദ്രയെ പറ്റി പറയുന്ന സമയത്ത് റീസെൻ്റായിട്ട് കളിച്ച മത്സരങ്ങളൊക്കെ അത്യാവശ്യം നല്ല പോയിന്റ്സ് നേടിക്കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി. അത്യാവശ്യം ക്യാച്ചസും കാര്യങ്ങളൊക്കെ ടേക്ക് ചെയ്തിട്ട് തന്നെ കഴിഞ്ഞ മത്സരം 100 പോയിന്റ്സ് അടുത്ത് ഡ്രീം ഇലവൻ ടീമിൽ കയറിയിട്ടുണ്ട് അദ്ദേഹം. ഓക്കെ, ക്യാപ്റ്റൻ VC ഓപ്ഷൻസ് നമുക്ക് തീർച്ചയായിട്ടും മിച്ചൽ മാർഷ് റീസെൻ്റായിട്ട് ബോളിംഗ് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ക്യാപ്റ്റൻ VC ഓപ്ഷൻസ് എന്തായാലും ഒരു ബാറ്റിങ്ങിലോട്ട് തന്നെ പോകുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നുന്നത്. ഈ ഒരു പിച്ച് അത്യാവശ്യം ബാറ്റിംഗ് സപ്പോർട്ട് ആയതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ബാറ്റിംഗ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകും. അതുപോലെ തന്നെ ദീപക് ചഹാർ നല്ലൊരു ഓപ്ഷനാണ് വൈസ് ക്യാപ്റ്റന് കൊടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് ഫസ്റ്റ് ബോളിംഗ് ചെന്നൈ സൂപ്പർ കിങ്സിനാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ കൊടുക്കുന്നത് ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. അല്ലാത്ത പക്ഷം ഞാൻ മിച്ചൽ മാർഷിനെയാണ് ഇവിടെ കൊടുക്കുന്നത്. കാരണം അദ്ദേഹം ബാറ്റിംഗ് പ്ലസ് ബോളിംഗ് ചെയ്യുമെന്ന് അറിയത്തില്ല, പക്ഷേ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഹൈ ആണ്. കൂടാതെ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാനാണ്.
ബാറ്റ്സ്മാനാണ്. നമ്മുടെ ഋഷഭ് പന്ത്, അതുപോലെ ഡേവിഡ് വാർണർ, സച്ചിൻ രവീന്ദ്ര ഗെയ്ക്വാഡ്, രവീന്ദ്ര ജഡേജ, മിച്ചൽ മാർഷ്, ഡയറി മിച്ചൽ, ദീപക് ചഹാർ, മുസ്തഫിക്കുർ റഹ്മാൻ, കുൽദീപ് യാദവ്, ഖലീൽ അഹമ്മദ്, ഇത്രയും പേരാണ് നമ്മുടെ ടീമിൽ. ഏകദേശം ഒരു പ്രിവ്യൂ ടീമാണ് കേട്ടോ നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യും ഫ്രണ്ട്സ്. അപ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇതുവരെ ജോയിൻ ചെയ്യാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രണ്ട്സ്.